കട്ട തലൈവർ ഫാനായിരുന്ന അരുണാചലം തന്റെ മകന് രജനി എന്ന് പേരിടുന്നു. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞിട്ടും കുഞ്ഞ് കരയാത്തത് കൊണ്ട് അവൻ മരിച്ചു എന്ന് കരുതി വിഷമിച്ച് ആകാശത്തേക്ക് പൊക്കി പിടിച്ചിട്ട് ഇതിന് വേണ്ടിയാണോ ഞങ്ങൾക്ക് ഇവിടെ തന്നെയെന്ന് ദൈവത്തോട് ചോദിച്ചു. പെട്ടെന്ന് മിന്നൽ പോലത്തെ എന്തോ ശക്തി ആ കുഞ്ഞിന് നേരെ വന്ന് പതിക്കുന്നു. അത് വന്ന് പതിച്ചതും ആൺകുട്ടിയായിരുന്ന ആ കുഞ്ഞ് ജെൻഡർ വ്യത്യാസം സംഭവിച്ച് പെൺകുട്ടിയായി മാറി. വൈകുന്നേരം എത്ര ഇരുത്തി തല്ലി പഠിപ്പിച്ചാലും രാവിലെ ആകുമ്പോൾ അവൻ പെണ്ണായി മാറും. ഇവർക്ക് രണ്ടുപേർക്കും സെയിം ആയിട്ടുള്ളത് ആ ഹാർട്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവൾ ചെയ്യുന്ന കാര്യം അവനും, അവൻ ചെയ്യുന്ന കാര്യം അവക്കും ഓർമ്മ കാണില്ല. അവൻ ഫിസിക്കിനും സ്റ്റൈലിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോൾ അവൾക്ക് പരീക്ഷണങ്ങളോടായിരുന്നു താല്പര്യം. സ്വന്തം ബോഡി തന്നെയാണ് അവൾ പരീക്ഷണ വസ്തുവായി കണ്ടിരുന്നത്. രാവിലെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അവൻ അറിയാൻ വേണ്ടി അവൾ വോയിസ് ഇട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തിരിച്ച് രാത്രി കാര്യങ്ങൾ അവനും പറയാറുണ്ട്. അങ്ങനെ PhD എടുക്കാൻ വേണ്ടി ചെന്ന സമയത്താണ് കിടണെന്ന കാട്ടുകോഴിയെ രജനി പരിചയപ്പെടുന്നത്. അവളുടെ ഐഡിയ വ്യത്യസ്തമായത് കൊണ്ട് എല്ലാവർക്കും ഭയങ്കര ആദരവായിരുന്നു അവളോട്. നമ്മളുടെ രജനിക്ക് നൈറ്റ് ലൈഫ് മാത്രം ഉള്ളത് കൊണ്ട് അവനൊരു ബാറിൽ ജോലിക്ക് കയറി. അവിടെ വെച്ച് കണ്ട പ്രിയ എന്ന റിച്ച് ആൻഡ് ഹോട്ട് ലേഡിയോട് അവന് പ്രണയവും തോന്നി. കള്ള് കുടിച്ച് ബോധം പോയാൽ അവർക്ക് ഏത് സപ്ലയർ ആണോ മദ്യം കൊടുത്തത് അവർ തന്നെ കസ്റ്റമറിനെ കൊണ്ടുപോയി വിടണമെന്നത് ആ ബാറിലെ റൂളായിരുന്നു. അയാൾക്ക് ബോധമൊന്നും ഇല്ലാത്തത് കൊണ്ട് രജനി തൽക്കാലത്തേക്ക് തന്റെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തി. രാവിലെ അവൻ പെണ്ണായി മാറിയതും കസ്റ്റമറായ രാജു അവളെ വശീകരിക്കാൻ വേണ്ടി തന്റെ കാടൊക്കെ അവൾക്ക് കൊടുക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അവള് ഗെറ്റോട്ടടിച്ചു. എന്നാൽ രാത്രി തനിക്ക് സ്നേഹത്തോടെ മദ്യം ഒഴിച്ചു തന്ന രജനിയെ വീണ്ടും കാണുമെന്ന് പറഞ്ഞ് അയാൾ കയറി വന്നു. അതും അവൾക്ക് രൂപം മാറേണ്ട കൃത്യസമയത്ത്. ഇറങ്ങി പോടോന്നും പറഞ്ഞ് അവൾ ഡോർ ലോക്കാക്കിയെങ്കിലും അത് ലോക്കായില്ലായിരുന്നു. അങ്ങനെ അവൾ ഡ്രസ്സ് മാറുന്നത് കാണാം എന്ന് വിചാരിച്ച് അകത്ത് കയറിയപ്പോൾ അയാൾ കണ്ടത് അവൾ ആണായി മാറുന്ന പ്രക്രിയ. സീക്രട്ടായി വെച്ചിരുന്ന എല്ലാ കാര്യങ്ങളും അയാൾ കണ്ടതുകൊണ്ട് രഹസ്യങ്ങളെല്ലാം അയാളുടെ മുമ്പിൽ രജനിക്ക് പരസ്യമാക്കേണ്ടി വന്നു. ഇതിന്റെ ഇടയ്ക്ക് കോഴിത്തരം കാണിച്ച് പെൺരജനിയെ ഇവൻ വളച്ചെടുത്തു. താൻ രാവിലെ മാത്രമാണ് പെണ്ണ്, 6 മണി കഴിഞ്ഞാൽ ആണായി മാറും എന്ന സത്യം അവൾ പറയാൻ ചെന്നപ്പോൾ കാമം തലക്കി പിടിച്ചിരിക്കുന്നവൻ ചാടിക്കറി അവളെ ഉമ്മ വെച്ചു. അതും അവൾക്ക് രൂപം മാറേണ്ട സമയത്ത്. അങ്ങനെ ലിപ്ലോക്ക് ചെയ്ത് ഇങ്ങനെ ആസ്വദിച്ചു വരുന്ന സമയത്താണ് കഷ്ടകാലത്തിന് രൂപം മാറി അവൾ ആണായി മാറിയത്. ഒരുപാട് പെണ്ണുങ്ങളോട് കോഫി കുടിക്കാൻ പോയാലോ എന്ന് ചോദിച്ചിട്ട് അവർക്ക് ആർക്കും ഇവനോട് ഒരു താല്പര്യവും തോന്നില്ല. എന്നാൽ ലാസ്റ്റ് നമുക്ക് കോഫി കുടിക്കാൻ പോകാം എന്ന് പറഞ്ഞ പെണ്ണ് ആണായി മാറിയതിന്റെ ഫ്രസ്ട്രേഷൻ ആയിരുന്നു അവന്റെ മുഖത്ത് കണ്ടത്.